തെന്നിന്ത്യൻ സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ പെൺരൂപം ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സരിത. വെള്ളിത്തിരയിൽ നാം കണ്ട ആ ചിരിക്കും കരച്ചിലിനും പിന്നിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു കലാകാരി ഉണ്ടായിരുന്നു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ തിളങ്ങി നിന്ന ആ ജീവിതം ക്യാമറയ്ക്ക് പിന്നിൽ അത്ര സുഖകരമായിരുന്നു. കെ ബാലചന്ദ്രൻ എന്ന മഹാനായ സംവിധായകൻ കണ്ടെത്തിയ ആ പ്രതിഭയുടെ ജീവിതത്തിലൂടെയും കരിയറിലൂടെയും ഒരു യാത്ര. 1978 കമൽഹാസനൊപ്പം മാരോ ചരിത്രയിലൂടെ അരങ്ങേറുമ്പോൾ സരിത എന്ന പെൺകുട്ടിക്ക് പ്രായം കുറവായിരുന്നു. പക്ഷെ അഭിനയത്തിലെ പക്വത ഞെട്ടിക്കുന്നതായിരുന്നു. കഥാപാത്രത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിനും സരിത തയ്യാറായി. സുജാത എന്ന ചിത്രത്തിന് വേണ്ടി തലമുട്ടയടിച്ചും ജൂലി ഗണപതിക്ക് വേണ്ടി ശരീരം വണ്ണം കൂട്ടിയും അവർ പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം തനിയാവർത്തനത്തിലെ ശ്രീധരന്റെ ഭാര്യയായും കാതോട് കാതോരത്തിലെ മരിയയായും അവർ നമ്മെ വിസ്മയിപ്പിച്ചു. അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്തപ്പോഴും സരിത മറ്റൊരു രൂപത്തിൽ സിനിമയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പല നായികമാരുടെയും തന്റെ ഇടമുള്ള ശബ്ദം സരിതയുടേതായിരുന്നു. വിജയശാന്തി, സൗന്ദര്യ, രമ്യ കൃഷ്ണൻ, നഗ്മ, തബു, അങ്ങനെ നീളുന്നു ആ പട്ടിക. നടി സൗന്ദര്യയ്ക്ക് വേണ്ടി സരിത നൽകിയ ശബ്ദം എത്രത്തോളം സ്വാഭാവികമായിരുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ്. അഭിനയത്തിന് മാത്രമല്ല, ഡബ്ബിങ്ങിനും നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ അവർ സ്വന്തമാക്കി. എന്നാൽ ഈ വിജയങ്ങൾക്കിടയിലും സരിതയുടെ സ്വകാര്യ ജീവിതം കനൽ വഴികളിലൂടെയായിരുന്നു. 2 വിവാഹബന്ധങ്ങളും പരാജയപ്പെട്ടത് അവരെ മാനസികമായി തളർത്തി. 1975 ആദ്യ വിവാഹം തകർന്നു. പിന്നീട് 1988 നടൻ മുകേഷുമായുള്ള വിവാഹം. 2 ആൺമക്കൾ പിറന്നെങ്കിലും ആ ബന്ധവും 2011 നിയമപരമായി അവസാനിച്ചു. മുകേഷിൽ നിന്ന് താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചും അവഗണനകളെക്കുറിച്ചും പിന്നീട് സരിത തുറന്നു പറഞ്ഞത് കേരളക്കരയെ ഞെട്ടിച്ചിരുന്നു. തന്റെ മക്കൾക്ക് വേണ്ടി അവർ സിനിമയിൽ നിന്ന് പോലും വിട്ടുനിന്നു. വർഷങ്ങൾ നീണ്ട മൗനത്തിന് ശേഷം 2023 മാവീരൻ എന്ന ചിത്രത്തിലൂടെ സരിത വീണ്ടും വെള്ളിത്തിരയിലേക്ക് മടങ്ങിയെത്തി. ഇന്ന് മകൻ ശ്രാവണിനൊപ്പം വിദേശത്ത് സമാധാനപരമായ ജീവിതം നയിക്കുകയാണ് അവർ. ഒരു ദേശീയ പുരസ്കാരം സരിതയെ തേടി എത്തിയില്ല എന്നത് ഇന്നും ആരാധകരുടെ വലിയൊരു വിഷമമാണ്. എങ്കിലും തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സരിത എന്ന പേര് എന്നും സ്വർണ്ണ ലിപികളിൽ തന്നെ അടയാളപ്പെടുത്തും.